ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുക്കറിനകത്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു ഇറച്ചിച്ചോറാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ ചെയ്തത് കുക്കർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അതിലേക്ക് നമുക്ക് ഗ്രാമ്പും കറുവപ്പട്ടയും എല്ലാം ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി അതുപോലെ തന്നെ ഒരു സവോളയും കൂടെ അരിഞ്ഞത് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതൊന്ന് വഴറ്റുന്ന സമയത്ത് നമ്മൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ആരും മറന്നുപോയല്ലോ. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയം നമ്മൾ വേണ്ട കുറച്ച് ബീഫ് എടുത്ത് നല്ലപോലെ ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് നല്ല വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെടുത്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അര സ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് ചേർക്കേണ്ടത് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയാണ് കേട്ടോ. ഒരു 1/4 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബീഫ് വേവിച്ച് വെച്ചേക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാതെ അതൊരു 3/4 ഗ്ലാസോളം ഉണ്ട്. നമ്മൾ അരി വേവിക്കുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമല്ലേ ഇടുന്നത്. അതുപോലെ തന്നെ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മളൊരു 3/4 ഗ്ലാസ് ബീഫ് വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വേണ്ട നമ്മൾ വേവിച്ച് വെച്ച ബീഫൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഒരു 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് നമ്മൾ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പം നമ്മളിത് ബീഫ് വേവിച്ച് വെള്ളം ഒഴിക്കണം, അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം അളന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്തിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ മാത്രം മതി. നമുക്ക് ഇത് റെഡിയായി കിട്ടും. അപ്പോൾ വേണ്ട ഒരു 2 വിസിലിന് ശേഷം ഞാൻ അതേ കുക്കർ തുറന്ന് വെച്ചപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇറച്ചിച്ചോറ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ കാണാം. അത് ബൈ ബൈ.